ഈ വൈറ്റ് പീസിൻ്റെ സീഡ് നമ്മൾ ഇതുപോലെ തന്നെ വൈറ്റ് പീസ് പോലെ തന്നെ ഇത് ഗ്രീൻ പീസാണ്, പച്ച നിറത്തിലുള്ള ഗ്രീൻ പീസാണ്. അപ്പോൾ ഇതും നമ്മൾ കറിക്കൊക്കെ ചിക്കൻ കറി വെക്കുന്നത് പോലെയും അപ്പത്തിനും സ്റ്റൂ ആയിട്ടും ഒക്കെ നമുക്ക് വെക്കാൻ പറ്റും. ഇത് തോരൻ വെക്കുന്നതും വലിയ ടേസ്റ്റിയാണ്. അങ്ങനെ പല കറികളിൽ, കൂട്ടുകറികളിൽ പിന്നെ ഒക്കെ ഇടുന്നത് വളരെ രുചികരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ അത് എങ്ങനെയാണ് ഈ സീഡ്ലിംഗ് കിളുത്ത് വരുന്നതും എങ്ങനെയാണിത് കൃഷി ചെയ്യുന്നതെന്നുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു രീതിയാണ്. അതായത് വലിയൊരു കൃഷിയുടെ പ്രമാദമായ സിസ്റ്റത്തിലേക്കൊന്നും അറിവില്ലെങ്കിൽ പോലും നമുക്ക് വീട്ടിൽ തന്നെ ഒരു കുറച്ച് ഗ്രീൻ പീസൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ശ്രമിച്ചു നോക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള സീഡാണ്. 1 മണിക്കൂറൊക്കെ ഇത് വെള്ളത്തിയിട്ട് വെച്ച് കുതിർത്ത് കഴിഞ്ഞാൽ, നമ്മൾ കറി വയ്ക്കുന്നതിന് മുമ്പേ കുതിർക്കുന്ന പോലെ കുതിർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിന് സീഡ്ലിങ് വരും പുറത്തേക്ക്. അപ്പോൾ ഇതിപ്പം ഡ്രൈ ആയിട്ട് തന്നെ വെക്കുകയാണ്. കാരണം ഡ്രൈ ആയിട്ട് വെച്ചാൽ എത്ര ദിവസം എടുക്കും ഇതിൻ്റെ സീഡ്ലിങ് പുറത്തേക്ക് വരാൻ എന്നുള്ളതും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇപ്പം ഞാനത് ഒന്നൊന്നായിട്ട് ഇവിടെ വെക്കുകയാണ്. അപ്പോൾ അധികം അമക്കാതെ നമ്മൾ മണ്ണിലേക്ക് വെക്കണം. അധികം അമക്കുമ്പം പുറത്തേക്ക് സീഡ്ലിങ് വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. സീഡ്ലിങ് വളരെ ടെൻഡറായിട്ടുള്ള ഇളന്ന ഒരു സാധനമാണത്. പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്, ചിലപ്പോൾ അഴുകിപ്പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇത് സീഡ്ലിങ് ചെറിയ പോട്ടിൽ നമ്മൾ വീട്ടിലുള്ള തന്നെ മണ്ണാണ്, വലിയ വളം ചേർത്ത മണ്ണൊന്നും അല്ല ഇത്, സാധാരണ മണ്ണാണ്. അതിനകത്ത് ചാരമൊക്കെ കാണുമായിരിക്കും, അല്ലാതെ ഇരുണ്ട വളക്കൂറുള്ള ഇവിടെ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെയുള്ള മണ്ണാണ്. ഇത്തിരി മണ്ണ് മതി നമുക്കിത് നടാനായിട്ട്. പിന്നീട് ഇത് വലിയ പോട്ടിലേക്ക് മാറ്റാനാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് മണ്ണ് നിറയ്ക്കുകയാണ്. മീതെ കുറച്ച് മണ്ണ് മാത്രം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അത് അമക്കി വയ്ക്കാനും പാടില്ല. അമക്കി വയ്ക്കുമ്പോൾ സാധാരണ രീതിയിൽ അമങ്ങിപ്പോയി കിളിർത്ത് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിന് ശേഷം നമ്മളതിലേക്ക് വെള്ളം തളിച്ച് കൊടുക്കുകയാണ്. ഇതും കിളിർത്ത് വരുമ്പം എത്ര ദിവസം കൊണ്ട് കിളിർത്ത് വരുമെന്നും എപ്പോഴാണ് നമുക്കിത് മാറ്റി നടേണ്ടതെന്നും ഒക്കെ ഉള്ളത് ഈ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും.